ഡൽഹിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പാർലമെന്റിലെ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അവസാനം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചോ? എഫ് കെ എൻ, രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഈ സംഘർഷത്തിന് തൊട്ട് പിന്നാലെ തന്നെ അനുരാഗ് സിംഗ് താക്കൂർ, ഒപ്പം തന്നെ ബാൻസുരി സ്വരാജ്, ഹേമാങ് ജോഷി എന്നിവർ എത്തിയാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്. കയ്യേറ്റം ചെയ്തത് അടക്കമുള്ള പരാതികളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിരുന്നത്. ഇതനുസരിച്ച് സെക്ഷൻ 109, സെക്ഷൻ 115, സെക്ഷൻ 117, സെക്ഷൻ 125, 131, 351 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നിയമ നടപടികളുമായി നീങ്ങുന്നതിനെ കുറിച്ച്, പോലീസിൽ പരാതി നൽകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനെ കുറിച്ചും കോൺഗ്രസ് ആലോചിക്കുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. എഫ് കെ എൻ. ഓക്കെ, ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുത്തിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ ഈ കൗണ്ടർ കേസ് കൊടുക്കുന്നത് താമസിച്ചു പോയി എന്ന അഭിപ്രായം ഈ കോൺഗ്രസ് വൃത്തത്തിനുണ്ടോ? എഫ് കെ എൻ, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വിവരം, അല്ലെങ്കിൽ ഈ BJP നേതാക്കൾ പോലീസിൽ പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ പരാതിയുടെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ അതിനെ നേരിടുക, നിയമപരമായി തന്നെ നേരിടാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. കൂടാതെ ആസൂത്രിതമായി BJP ഈ വിഷയം ഗതിമാറ്റി വിടുന്നതിന് വേണ്ടി ഈ പ്രതിഷേധങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്നും ഇന്ന് സംഘർഷമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് BJP മഗർദ്വാറിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കൗണ്ടർ കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ് ഉള്ളത്. അതേസമയം സമാനമായി തന്നെ പരിക്ക് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കും ഈ സംഘർഷത്തിൽ ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ പരാതി നൽകണം എന്ന ഒരു അഭിപ്രായവും നിലനിന്നിരുന്നു. നിലവിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ അത്തരത്തിൽ പരാതി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന വിവരമാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നേരത്തെ തന്നെ പാർലമെന്റിനകത്ത്, വളപ്പിനകത്ത് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ പാർലമെന്റുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ, അത് ലോക്സഭാ സ്പീക്കറാണ്, അദ്ദേഹത്തിന് പരാതി നൽകിയിരുന്നു. അത് കോൺഗ്രസ് നേതാക്കളുടെ പേരിലും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ 14 പാർട്ടികളുടെ പേരിലും ലോക്സഭാ സ്പീക്കർക്ക് ഇന്ത്യ സഖ്യം പരാതി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യസഭയിലും പരാതിയും ഒപ്പം തന്നെ അവകാശ ലംഘന നോട്ടീസും നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇതിനപ്പുറത്തേക്ക് മറ്റ് പോലീസിനെ ഇടപെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ വേണ്ട എന്ന ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുറിച്ച് ആലോചിച്ചു വരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് 3 MP-മാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.